വിവരം 110 സീറ്റുകളാണ് ഇടിക്കുറി ലക്ഷ്യമിടുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരോട് പറഞ്ഞിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസമുണ്ട്, ഭരണവിരുദ്ധ വികാരമില്ല. നമസ്കാരം. ആകാശം മാറിപ്പോകും, ഭൂമി നീങ്ങിപ്പോകും, പക്ഷേ ദൈവവചനം മാറിപ്പോവില്ല എന്ന് പറയും പോലെയാണ് അന്തമടിമകൾ ഇപ്പോഴും പിണറായി വിജയൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നത്. 100 സീറ്റ് നേടി UDF വരുമെന്ന് കേട്ടപ്പോൾ പിണറായി തൻ്റെ മന്ത്രി സജീവന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, നമ്മൾ 110 സീറ്റ് നേടി തിരിച്ചു വരും. അത് കേട്ട് മന്ത്രിമാരുടെ മുഖത്തെ നക്ഷത്ര തിളക്കം ഒന്ന് കാണണമായിരുന്നു. 3 മണിക്കൂർ സമയമാണ് മുഖ്യമന്ത്രി മന്ത്രിമാരുമായി ചെലവിട്ട് 110 സീറ്റ് ഉറപ്പിച്ചത്. ഒരമണിക്കൂർ കൂടി നിങ്ങൾ കൂടിയിരുന്നെങ്കിൽ 140 സീറ്റും ഉറപ്പിക്കാമായിരുന്നല്ലോ സഖാവേ. കാറ്റുലയ്ക്കും സരസിൻ്റെ ഓളത്തിൽ കാണും അമ്പലമൊട്ടെന്ന പോലവേ അവർ പുഞ്ചിരിച്ചു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ നേർത്ത കരിയിലേനക്കം പോലുമില്ല എവിടെയുമെന്ന് പിണറായി പ്രഖ്യാപിച്ചു. ലോകം എനിക്കായി കാത്തിരിക്കുകയാണ് സഖാക്കളെ. അന്തിക്കു മിന്നുന്ന താരങ്ങൾ കൊഞ്ചി വരില്ലേ പിണറായി വീണ്ടും. വെള്ളാമ്പൽ പൊയ്കയിൽ നീന്തിത്തുടിച്ച അരയന്നങ്ങൾ കാറ്റിനോട് ചോദിച്ചു, വരില്ലേ വീണ്ടും വിജയൻ. പരൽമീനുകൾ കുഞ്ഞോളങ്ങളോട് ചോദിച്ചു, വരുമോ ഇനിയും വിജയേട്ടൻ. മലർക്കിളിയോട് ചോദിച്ചു, ദിക്കുകൾ പരസ്പരം ചോദിച്ചു, നമ്മുടെ വിജയൻ സഖാവ് വീണ്ടും വരില്ലേ. പിണറായി ഭരിച്ചാലേ ഭരൂ എന്ന മട്ടിലായി കേരളത്തിലെ സകല ചരാചരങ്ങളുടെയും മനസ്സ്. എത്രയൊക്കെ ജനോപകാരപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ 110 സീറ്റിൽ അവരുടെ അതിമോഹം ഒതുക്കിക്കളഞ്ഞത്? ബാക്കി ഒരു 30 അവർ സൗജന്യമായി UDFന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം ഓണസദ്യയ്ക്ക് ഇലയിടുമ്പോൾ പിണറായിക്കൊപ്പം സതീശൻ വേണം. പേരിലെങ്കിലും ഒരു പ്രതിപക്ഷമില്ലെങ്കിൽ പുലർകാലത്തുണരാനും സന്ധ്യയ്ക്ക് മുമ്പേ കിടന്നുറങ്ങാനും രസം തോന്നില്ല. തൻ്റെ മുഖത്തിന് നേരെ കൈചൂണ്ടാൻ ഒരു പ്രതിപക്ഷം വേണം. തന്നെ എതിർക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ പെട്ടെന്നങ്ങ് പ്രായമാകും. ഇടയ്ക്കിടെ കൈകൾ പൊക്കിക്കാട്ടി ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ പേരിനൊരു പ്രതിപക്ഷം സഭയിൽ വേണം. അടിമകളുടെയും അന്തങ്ങളുടെയും പ്രജകളുടെയും ആസ്വാദകരുടെയും പുകഴ്ത്തൽ കേട്ട് മടുത്തു. എടോ വിജയ എന്ന് വിളിക്കാൻ ഒരു ചെറുക്കനുണ്ടായിരുന്നു, ഇനി അവനും കാണാൻ സാധ്യതയില്ല. അജാനബാഹുവും ഘനഗംഭീരനും സൽമാൻ ഖാൻ്റെ അനിയനുമായി എനിക്ക് 8.25 അട്ടിവെച്ച കഥ പറയാൻ ആ പരുവത്തിലുള്ള ആരെയെങ്കിലും പ്രതിപക്ഷത്തിൽ വേണം. പച്ചക്കള്ളം പറയരുതെന്നും വെപ്പിടി കാണിക്കരുതെന്നും തനിക്ക് പറയണമെങ്കിൽ പ്രതിപക്ഷത്ത് ആരെങ്കിലും വേണം. പ്രതിപക്ഷമില്ലെങ്കിൽ വീണ ജോർജ് ആരെ നോക്കി കരിയിലപ്പുള്ളിനെ പോലെ ചിലയ്ക്കും. ചിത്തരഞ്ജൻ എങ്ങനെ ഡെസ്കിൽ താളമടിക്കും. ഇരു കൈകളും ഇല്ലാത്തയാളിൻ്റെ ചന്തിക്ക് ഉറുമ്പ് കടിച്ച പോലെയാണ് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്ന് പറയാൻ നമുക്കൊരു പ്രതിപക്ഷം വേണം. ജലീൽ പ്രസംഗകല അല്ലെങ്കിൽ മറന്നുപോകും. പ്രതിപക്ഷമില്ലെങ്കിൽ പിന്നെ ബഹുമാനപ്പെട്ട ചെയറിൻ്റെ ആവശ്യമെന്താണ്? സാറേ സാറേ എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയല്ലേ? ടീച്ചർ ഉറങ്ങുന്നില്ല എന്ന പരട്ടക്കഥ ജനീഷ് കുമാർ ആരോട് പറയും? അതുകൊണ്ടാണ് 110 സീറ്റ് നമ്മൾ എടുത്ത ശേഷം 30 UDFന് കൊടുക്കാൻ തീരുമാനിച്ചത്. 3 മണിക്കൂറായിരുന്നു ക്യാബിനറ്റ് കൂടിയത്. അണ്ടിപ്പരിപ്പ് തിന്ന് മന്ത്രിമാരുടെ ഊപ്പാടിളകി. മുഖ്യൻ്റെ പ്രവചനം കേട്ട് മന്ത്രിമാർ ആകെ ഹർഷബാഷ്പം ചൂടിയാണ് മടങ്ങിയത്. ഓരോ മന്ത്രിക്കും ഓരോ ജില്ലയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അധികം കിടക്കുകയാണ് മന്ത്രിമാർ. പ്രവർത്തകർ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഭരണനേട്ടം വിവരിക്കുന്ന പരിപാടിയുമുണ്ടത്രേ. കയറി ഇറങ്ങിയാൽ പോരാ, ഓരോ വീട്ടിലും കയറി ഇരുന്ന് സംസാരിക്കണം. ഇരിക്കും മുമ്പ് തിളച്ച ചൂടുവെള്ളമോ കൊഴുത്ത കഞ്ഞിവെള്ളമോ ദേഹത്ത് വീണാൽ അലർച്ച ശബ്ദമിട്ട് ഓടേണ്ടി വരും. ശബരിമലയെപ്പറ്റി ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്തു പറയണം സഖാവേ? സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരം ഭഗവാന്റെ മുതലുകട്ട മുഴുവൻ എണ്ണത്തിനെയും നമ്മൾ അകത്താക്കി കഴിഞ്ഞുവെന്ന് പറയുക. എങ്കിൽ പിന്നെ അകത്ത് കിടക്കുന്ന പപ്പനെ എന്താ സഖാവെ പുറത്താക്കാത്തതെന്ന് അവർ ചോദിച്ചെന്നിരിക്കും. അകത്ത് കിടക്കുന്നവരെ പുറത്താക്കാൻ പാർട്ടി ഭരണഘടനയിൽ പറയുന്നില്ല എന്ന് പറഞ്ഞേക്കുക. ശബരിമലയിലെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടില്ലെന്ന് ഗോവിന്ദൻ ഉറപ്പു പറഞ്ഞ കാര്യവും അവരോട് പറയണം. സത്യത്തിൽ പിണറായി പറഞ്ഞ 110 നിയമസഭയിലെ കാര്യമാണോ അതോ ഫ ഓടുന്ന തിയേറ്ററിലെ സീറ്റിൻ്റെ കാര്യമാണോ? പിണറായി വിജയൻ ഒരു കാര്യം ജനങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഭയഭക്തി ബഹുമാനത്തോടുകൂടി അത് എടുത്തു തരിക എന്നുള്ളതാണ് കേരളത്തിൻ്റെ നടപ്പ് ശീലം. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ശ്വസിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നു തന്നെയാണോ ഈ അന്തങ്ങളും ശ്വാസം വലിച്ചു കയറ്റുന്നത്? അതോ മത്സ്യം ജലത്തിൽ നിന്നും പ്രാണവായു ശ്വസിക്കുന്നത് പോലെ കമ്മിമൂക്കിന് ശ്വസിക്കാൻ വല്ല പ്രത്യേക വായുവും ഈ അന്തരീക്ഷത്തിലുണ്ടോ? ഈ മുഖ്യൻ ഒരു മണ്ടനായി പോയല്ലോ എന്ന് ഇവർക്കാർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഈ മുഖ്യൻ്റെ 2ാം വരവിൽ ചേലക്കരയിൽ പാവൻ രാധേട്ടൻ ജയിച്ചതല്ലാതെ ആരെങ്കിലും ജയിച്ച ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സഖാവിനെ ജയിപ്പിച്ചെടുക്കാൻ ഈ പിണറായിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പാർലമെൻറ്റും പഞ്ചായത്തും തൂത്തുവാരുമെന്ന് പറഞ്ഞ ടീംസാണിത്.
അത് മറ്റവർ തൂത്തുവാരി. ഈ മനുഷ്യൻ ഉപതെരഞ്ഞെടുപ്പിൽ കൈപിടിച്ചു പൊക്കിയ ഏതെങ്കിലും ഒരു ഇട്ടിക്കണ്ടപ്പൻ ജയിച്ച ചരിത്രമുണ്ടോ? നിലമ്പൂരിൽ ചെന്ന് സ്വരാജിനോട് പറഞ്ഞത്, വേഗം നിയമസഭയിലേക്ക് വരൂ സ്വരാജേ, നിന്നെ കാണാൻ സഭാമന്ദിരത്തിന് മുകളിലെ 2 ആനകൾ തീറ്റയെടുക്കാതെ കാത്തു നിൽക്കുന്നു എന്നായിരുന്നു. സുപ്രീം കോടതി പോലും എഴുന്നേറ്റ് നിന്ന് ചോദിച്ചത്, ദൈവങ്ങൾക്കും രക്ഷയില്ലല്ലോ കേരളത്തിൽ എന്നായിരുന്നു. 1.5 ചക്രം കിറ്റിൻ്റെ ചരടിൽ കുരുങ്ങി പാവം മനുഷ്യൻ 5 വർഷം മുമ്പ് ഒരു തെറ്റ് ചെയ്തു പോയി. സകലതം മുടിച്ച് തേച്ച് കഴുകി മുതലാളിമാരെ സുഖിപ്പിച്ചും പട്ടിണിപ്പാവങ്ങൾക്ക് 200 കുണുവ കൂട്ടി നൽകിയും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീട്ടമ്മമാർക്ക് 1000 രൂപയുടെ ഓഫർ പ്രഖ്യാപിച്ചും അതിൻ്റെ ബലത്തിൽ വീണ്ടും വരുമെന്ന് കരുതി നടക്കുന്ന ഈ പിണറായിയെയും കൂട്ടുമന്ത്രിമാരെയും പാർട്ടിയെയും ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കരുത്. അവരാ സ്വപ്നങ്ങളും കണ്ട് അങ്ങനെ നടക്കട്ടെ. അഥവാ വരില്ലെന്ന് ഉറപ്പായാൽ സെക്രട്ടേറിയറ്റ് വരെ വീല് ഫിറ്റ് ചെയ്ത് ഇവന്മാർ വലിച്ചു കൊണ്ടുപോയെന്നിരിക്കും. പിണറായി പറഞ്ഞത് കേട്ട് ഗോവിന്ദന് പോലും വിശ്വാസമായില്ലെങ്കിലും റിപ്പോർട്ടർ ചാനലുകാരൻ്റെ ആനന്ദം ഒന്ന് കാണണമായിരുന്നു. ഇവന്മാരെയും ബാംഗ്ലൂരെ കോടതി അവിടുത്തെ കണ്ടം വഴി ഓടിച്ചതാണെന്ന് ആലോചിക്കണം. ഇനി പിണറായി വീണ്ടും വന്നാൽ ആ മിനുസ ശിരസ്കൻ്റെ തലയിൽ മുടി കിളിക്കുന്ന കാര്യം ഉറപ്പാണ്. മന്ത്രിമാരോട് 3 മണിക്കൂർ മുഖ്യമന്ത്രി സംസാരിച്ചത്രേ നിർത്താതെ. 3 മണിക്കൂർ കൊണ്ട് 110 സീറ്റ്. നേരത്തെ പിരിഞ്ഞത് സതീശൻ്റെ ഭാഗ്യം. എന്തായാലും അത് കേട്ട നിമിഷം മുതൽ ശൈലജ ടീച്ചർ ഹാപ്പിയാണ്. കേരളത്തിലെ അമ്മമാരുടെ പിറക്കാതെ പോയ മകൻ 110 സീറ്റ് നേടി വരുമെന്നും വരൂ ശൈലജയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ കസേര നീട്ടി വിളിക്കുമെന്നും പാവം ധരിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ടീച്ചർ വടകര MP സ്ഥാനം ഷാഫി പറമ്പിലിന് കൊടുത്തേക്കണം. ചെമ്പട കുറേ മുദ്രാവാക്യം വിളിക്കും. മാളിയേക്കൽ ഫാമിലി കുറേ വൃന്ദഗാനം പാടും. ആരായിരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പാർട്ടി തീരുമാനിക്കും പോലും. ആരാന്നാ ഈ പാർട്ടി? എൻ്റെ അടക്കം പല പേരുകളും കേൾക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. ഉടുത്തൊരുങ്ങി ഇരുന്നോ ടീച്ചറെ, ലക്ഷ്യം കാണും. 110 സീറ്റ് എന്ന മുദ്രാവാക്യം കേൾക്കുമ്പോൾ ജനം ചിരിക്കുകയാണ്. കാരണം ആത്മവിശ്വാസത്തിൻ്റെ ഒരു ശബ്ദമല്ല അവരുടേത്. ഭരണപരാജയം മറച്ചു വയ്ക്കാനുള്ള ഭീകരമായ അലർച്ചയാണ്. പിറക്കാതെ പോയ മകൻ്റെ സുവിശേഷം പറഞ്ഞു നടക്കുന്ന ശൈലജയ്ക്കും സ്വപ്നം കാണാനുള്ള എല്ലാ അവകാശവുമുണ്ട്. കയ്യിൽ കിട്ടുന്നത് വായിലെത്തില്ല, അത്രയും മോശം സമയമാണ് കമ്മ്യൂണിസത്തിൻ്റേത്. താങ്കളോട് ഒന്നേ പറയാനുള്ളൂ, G. സുധാകരൻ പറഞ്ഞതുപോലെ ലോകത്തൊരമ്മയും ഒരു ടീച്ചറെ പ്രസവിച്ചിട്ടില്ല. അതുകൊണ്ട് ടീച്ചറമ്മ എന്നൊരു സഖാവുമില്ല. ലോകത്തൊരു സ്ത്രീയും അവരുടെ മുത്തച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ പിറക്കാതെ പോയ മകനായി സങ്കല്പിച്ച ചരിത്രവുമില്ല. സഖാക്കളുടെ തലയുടെ പിടിയിളകി എന്ന് കരുതി മറ്റുള്ളവരുടെ തലയുടെ പിടിയും ഇളകിക്കിടക്കുകയാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്.